നരഭോജി കടുവ ചത്തതോടെ ആശ്വാസത്തിലായിരിക്കുന്നു പഞ്ചാരക്കൊല്ലി ഗ്രാമം മുഴുവൻ. കടുവാ ദൗത്യം നടത്തി വനപാലകരെ നാട്ടുകാർ കയ്യടികളോടെ ഇന്ന് സ്വീകരിച്ചു. സന്തോഷം നൽകുന്ന വാർത്തയെന്നായിരുന്നു കൊല്ലപ്പെട്ട രാധയുടെ കുടുംബം 24 പ്രതികരിച്ചത്. ആശങ്കയും ഭീതിയും നിറഞ്ഞ 3 രാപ്പകൽ. പഞ്ചാരക്കൊല്ലിയിൽ ഒടുവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. നാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ചത്തു. സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കൊട്ട് മദ്രസയിലൊക്കെ പോവാ. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. ഇനിയിപ്പോൾ എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. കയ്യടിച്ചും ആർപ്പ് വിളിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു നാട്ടുകാരുടെ ആഹ്ലാദ പ്രകടനം. ദൗത്യസേനയ്ക്കും വനപാലകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം പ്രദേശവാസികൾ നന്ദി അറിയിച്ചു. എല്ലാ മാധ്യമങ്ങളും തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. സന്തോഷമുണ്ടെന്നും ഇനി ആർക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നുമായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പന്റെ പ്രതികരണം. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. കടുവാഭീതിക്ക് പരിഹാരമായെങ്കിലും കാട്ടാന ഉൾപ്പെടെയുള്ള മറ്റു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കയായി ഇപ്പോഴുമുണ്ട്. ശാശ്വത പരിഹാരം തേടുകയാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ. കടുവാഭീതിയിൽ പഞ്ചാരക്കൊല്ലിക്കാർ കഴിഞ്ഞത് 3 ദിനരാത്രങ്ങൾ. ഒടുവിൽ കടുവ ചത്തുവെന്ന ആശ്വാസ വാർത്ത. ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്.